നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ ഇപ്പോൾ കേട്ടാൽ ഞെട്ടിപ്പോകും. ഇറ്റലിയിൽ, അതെ, നമ്മുടെ പിസ്സയും പാസ്തയും ഉള്ള രാജ്യത്ത് ഇപ്പോൾ ഹിന്ദുമതം ഒരു ആത്മീയ വിപ്ലവം പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. 2 ലക്ഷത്തിലധികം ഇറ്റാലിയൻകാർ ഇപ്പോൾ സനാതനധർമ്മത്തെ സ്വീകരിക്കുന്നു. പക്ഷേ ചോദ്യം എന്താണ് എന്നാൽ, ഒരു കാലത്ത് ക്രിസ്ത്യാനിറ്റിയെ പിന്തുടർന്നിരുന്ന ജനങ്ങൾ ഇപ്പോൾ എന്തുകൊണ്ട് ഹിന്ദുമതത്തിലേക്ക് തിരിയുന്നു? ഈ കഥ ഒരു ആഴമേറിയ ആത്മീയ യാത്രയാണ്. ഇത് കേട്ടതിനു ശേഷം ഇറ്റലിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മാറിപ്പോകും. വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കമന്റും ചെയ്യൂ. അങ്ങനെ ചെയ്താൽ വീഡിയോ കൂടുതൽ വേഗത്തിൽ നിങ്ങളുടെ മുന്നിലെത്തും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ടോപ്പിക്കിലേക്ക് വരാം. ഔദ്യോഗിക അംഗീകാരം. ഈ കഥ തുടങ്ങുന്നത് ഒരു ശക്തമായ കാര്യത്തോടെയാണ്. ഇറ്റലി സർക്കാർ ഔദ്യോഗികമായി ഹിന്ദുമതത്തെ അംഗീകരിച്ചു. ഒരു സംഘടനയുണ്ട്, ഇറ്റാലിയൻ ഹിന്ദു യൂണിയൻ. അത് ഹിന്ദു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു. ഫെബ്രുവരി 11, 2012 ഔദ്യോഗികമായി അംഗീകരിച്ചു. ഈ യൂണിയൻ ഇറ്റലി സർക്കാരുമായി കരാർ ഒപ്പിട്ടു. അതിലൂടെ ഹിന്ദുമതത്തിന് സാമ്പത്തിക, സാംസ്കാരിക, സാമൂഹിക പിന്തുണ ലഭിക്കുന്ന വിധത്തിലാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇറ്റാലിയൻ പൗരന്മാർ ഹിന്ദു ഉത്സവങ്ങൾ ആഘോഷിച്ച് പാട്ടുകൾ പാടി വേദിക ചാണ്ടിങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ ചലനം ചിഹ്നങ്ങളോ പാരമ്പര്യങ്ങളോ മാത്രമല്ല, ഇത് ഒരു ആത്മീയ പരിവർത്തനമാണ്. ചരിത്രപരമായ പശ്ചാത്തലം. ഇറ്റലി ചരിത്രപരമായി കത്തോലിക്ക ക്രിസ്ത്യാനിറ്റി അവിടെ വളരെ ശക്തമാണ്. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനിറ്റി ഇറ്റാലിയൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ചിത്രം സാവധാനം മാറിക്കൊണ്ടിരിക്കുന്നു. ഹിന്ദുമതം ഇറ്റലിയിൽ തുടക്കത്തിൽ വളരെ ചെറിയ സാന്നിധ്യമായിരുന്നു. ഇവിടെ റോമൻ സംസ്കാരം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം സ്വാധീനം ആധിപത്യം പുലർത്തിയിരുന്നു. പക്ഷേ കാലക്രമേണ ഇന്ത്യൻ കുടിയേറ്റക്കാർ വഴി ഹിന്ദു സംസ്കാരം സാവധാനം വ്യാപിച്ചു. ഇപ്പോൾ ഇറ്റാലിയൻ ഹിന്ദു യൂണിയൻ പ്രസിഡന്റ് ഫ്രാങ്കോ മരിയ ഗിയാൻഡനാത്ത് പറഞ്ഞതുപോലെ 2 ലക്ഷം ഇറ്റാലിയൻകാർ ഹിന്ദുവശത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഞെട്ടിക്കുന്ന സംഖ്യ അല്ലേ? 2021 ഹിന്ദു ജനസംഖ്യ അവിടെ ഏകദേശം 1,50,000 ആയിരുന്നു. ഇപ്പോൾ അത് ഇരട്ടിയാകാൻ വളരെ അടുത്തായി. ഇതെല്ലാം എങ്ങനെ തുടങ്ങി? ഈ യാത്ര എങ്ങനെ തുടങ്ങി എന്നാൽ 1970കളിൽ ഹരേ കൃഷ്ണ മൂവ്മെന്റ് ഇസ്കോൺ ഇറ്റലിയിലെത്തി. റോമിലും മിലാനിലും തെരുവുകളിൽ കൃഷ്ണഭക്തർ ഭജനുകൾ പാടി നൃത്തം ചെയ്ത് ലോക്കലുകളെ വളരെ ആകർഷിച്ചു. അവരുടെ ലാളിത്യം, ഭക്തി, ശാന്തി ഇറ്റാലിയൻകാരെ പ്രചോദിപ്പിച്ചു. അവിടത്തെ ജനങ്ങൾ സാവധാനം ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി. ഹിന്ദു ദർശനം മനസ്സിലാക്കാൻ തുടങ്ങി. യോഗ, ധ്യാനം, ആയുർവേദം, ഈ മൂന്നും ഇറ്റലിയിൽ വളരെ ജനപ്രിയമായി. പ്രത്യേകിച്ച് സ്ട്രെസ് നിറഞ്ഞ ആധുനിക ജീവിതത്തിൽ അവ സഹായിക്കുന്നു. ആത്മീയ ബന്ധം. ഒരു ഇറ്റാലിയൻ സ്ത്രീ മരിയ മിലാൻ കോർപ്പറേറ്റ് ജോലിയിൽ സ്ട്രെസ്സുമായി പോരാടുന്നു. ഒരു യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഭഗവത്ഗീത വായിച്ചതിനു ശേഷം തന്റെ ജീവിതത്തിൽ ഉത്തരങ്ങൾ കിട്ടിയ ഫീലിംഗ് വന്നു എന്ന് അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത്, "I felt like I found peace after years of confusion." അവളെപ്പോലെ ആയിരക്കണക്കിന് ഇറ്റാലിയൻകാർക്ക് ഹിന്ദുമതം മതം മാത്രമല്ല, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഇറ്റ് ഓഫേഴ്സ് പീസ്, ആക്സെപ്റ്റൻസ് ആൻഡ് മീനിംഗ്. ആധുനിക സമൂഹത്തിൽ ഇവയെല്ലാം നഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. ഫ്രാങ്കോ മരിയ പറഞ്ഞതുപോലെ ഹിന്ദുമതത്തിലെ ടോളറൻസ് ആൻഡ് ആക്സെപ്റ്റൻസ് ഓഫ് ഓൾ പാത്ത് ഇറ്റാലിയൻ ജനങ്ങൾക്ക് വളരെ ബന്ധപ്പെട്ടു. ഇനി സാവധാനം ഹിന്ദുമതത്തിലെ ശാന്തി തിരിച്ചറിയൽ വർദ്ധിച്ചു. സംഘടനകളും സ്വാധീനവും. ഈ ഹിന്ദുമത വ്യാപനത്തിൽ പല സംഘടനകളും പ്രധാന പങ്ക് വഹിച്ചു. ഇസ്കോൺ ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നസ് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. അവർ ഭക്തി, യോഗ, ശ്രീമദ് ഭഗവത്ഗീത ടീച്ചിങ്സ് നല്ലപോലെ പ്രൊമോട്ട് ചെയ്തു. റോമിലും ഫ്ലോറൻസിലും ഇസ്കോൺ സെന്ററുകൾ സ്ഥാപിച്ചു. അവരുടെ ഡിവോഷണൽ മ്യൂസിക്, വെജിറ്റേറിയൻ ഫുഡ്, ലിറ്ററേച്ചർ എല്ലാം ചേർന്ന് ഹിന്ദു സംസ്കാരം ഇറ്റലിയിൽ വേരുറപ്പിച്ചു. പിന്നീട് ശ്രീ രവിശങ്കർ ഗാരുവിന്റെ സംഘടനയും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. അവർ യോഗ, ധ്യാനം, വേദാന്ത ദർശനം ഇറ്റാലിയൻ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇറ്റലിയിൽ നേരിട്ട് സ്വാമി വിവേകാനന്ദൻ പോലുള്ള വ്യക്തി ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ വേദാന്ത ടീച്ചിങ്സ് വെസ്റ്റേൺ ഇന്റലക്ച്വൽസ് സ്കോളേഴ്സിനെ പ്രചോദിപ്പിച്ചു. പരമഹംസ യോഗാനന്ദ സ്വാമി യോഗാനന്ദ പോലുള്ള ടീച്ചേഴ്സിന്റെ പുസ്തകങ്ങൾ വഴി ഇറ്റലിയിൽ പലരും ഹിന്ദു കൺസെപ്റ്റുകൾ ആഴത്തിൽ മനസ്സിലാക്കുന്നു. ക്ഷേത്രങ്ങൾ നിർമ്മിക്കലും വെല്ലുവിളികൾ നേരിടലും. 20-ഉം 21-ഉം നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ കുടിയേറ്റക്കാർ ഇറ്റലിയിൽ വളരെയധികം വർദ്ധിച്ചു. പ്രത്യേകിച്ച് പഞ്ചാബ്, ഗുജറാത്ത്, സൗത്ത് ഇന്ത്യ എന്നിവിടങ്ങളിൽ നിന്ന് കൂടുതലായി ഇവിടെ വരുന്നു. ആദ്യം അവർ വീടുകളിലോ വാടക കെട്ടിടങ്ങളിലോ ആരാധന നടത്തിയിരുന്നു. ഇറ്റലിയിൽ സ്ഥിരമായ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് അത്ര എളുപ്പമല്ല. ഗണേഷ് ചതുർത്ഥി വന്നാലും ദസറ വന്നാലും വീടുകളിൽ തന്നെ ചെയ്തിരുന്നു. അനുമതികൾ, ലാൻഡ് അപ്രൂവലുകൾ, ഫണ്ട് പ്രശ്നങ്ങൾ, ക്രിസ്ത്യാനിറ്റി സ്വാധീനം കാരണം ബ്യൂറോക്രസി കൂടി ബുദ്ധിമുട്ടാക്കി. പക്ഷേ ഹിന്ദു സമൂഹം ക്ഷമയോടെയും സഹകരണത്തോടെയും മറികടന്നു. ലോക്കൽ ഇറ്റാലിയൻകാരുമായി സൗഹൃദ ബന്ധം കെട്ടിപ്പടുത്തു.
സാംസ്കാരിക കൈമാറ്റ ഇവന്റുകൾ സംഘടിപ്പിച്ചുപോലെ ദിവാളി, ഹോളി, കൃഷ്ണാഷ്ടമി ആഘോഷങ്ങൾ. സിഖ് ഗുരുദ്വാരകളും ഹിന്ദു കുടുംബങ്ങൾക്ക് സാംസ്കാരിക ഹബ്ബായി പ്രവർത്തിച്ചു. അവിടെയും ഹിന്ദു പങ്കാളിത്തം വളരെ വർദ്ധിച്ചു. വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും പങ്ക്. അക്കാദമിക് വശത്തും ഹിന്ദുമത അവബോധം വളരെ വർദ്ധിച്ചു. ഇറ്റാലിയൻ യൂണിവേഴ്സിറ്റികളിൽ ഇന്ത്യൻ ദർശനം, ഹിന്ദു സംസ്കാരങ്ങൾ കോഴ്സുകളുണ്ട്. ഇവിടെ അവയെ പഠിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ചില ഇറ്റാലിയൻ സ്കോളേഴ്സ് വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഭഗവത്ഗീത തർജ്ജമ ചെയ്യുന്നു. അതുകൊണ്ട് ഹിന്ദുമതത്തിന്റെ ഇന്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇറ്റാലിയൻകാർക്കിടയിൽ വളരെ വർദ്ധിച്ചു. ഇന്ത്യൻ എംബസി പിന്തുണയോടെ ഇന്ത്യൻ ഡാൻസ്, ക്ലാസിക്കൽ മ്യൂസിക്, സാംസ്കാരിക ഫെസ്റ്റിവലുകൾ സംഘടിപ്പിച്ചു. ഇറ്റലിയിൽ ഈ ഇവന്റുകളിൽ ലോക്കൽ പങ്കാളിത്തം വർദ്ധിക്കുന്നത് ഹിന്ദുമതത്തിന് പോസിറ്റീവ് ഇംപ്രഷൻ ഉണ്ടാക്കി. സനാതന ധർമ്മത്തിന്റെ വെളിച്ചം. ഈ കഥയിലെ സൗന്ദര്യം എന്താണെന്നാൽ ഇറ്റലിയിലെ ഈ ചലനം മതമാറ്റത്തെക്കുറിച്ചല്ല, ഇറ്റ്സ് അബൌട്ട് എ സ്പിരിച്വൽ അവേക്കനിങ്. സനാതനധർമ്മം എന്നാൽ നല്ല ചിന്ത, ശാന്തി, ഹാർമണി വ്യാപിപ്പിക്കൽ എന്ന് ലോകം മുഴുവൻ സാവധാനം മനസ്സിലാക്കുന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് കൺവേർട്ടിംഗ് പീപ്പിൾ, ഇറ്റ്സ് അബൌട്ട് ഓപ്പണിംഗ് മൈൻഡ്സ് ആൻഡ് ഹാർട്ട്സ്. ഇറ്റലിയിൽ തുടങ്ങിയ ഈ സ്പിരിച്വൽ റെവല്യൂഷൻ ഒരു പ്രത്യാശയായി മാറി. ഒരു തെളിവായി നിൽക്കുന്നു. യഥാർത്ഥ സത്യവും ശാന്തിയും ഹൃദയത്തിൽ അനുഭവിച്ചാൽ അത് അതിർത്തികളോ സംസ്കാരമോ രാജ്യമോ നോക്കുന്നില്ല. നമ്മൾ പല വീഡിയോകളിലും കാണുന്നു. ഉത്സവങ്ങൾ റോഡുകളിൽ വളരെ ഗ്രാൻഡായി നടത്തുന്നു. ഇറ്റലിയിൽ ഹിന്ദുക്കൾ ഒറ്റയ്ക്ക് ചെയ്താൽ അത് മറ്റുള്ളവർക്ക് പ്രശ്നമായി തോന്നും. പക്ഷേ അവിടത്തെ ജനങ്ങളും ഹിന്ദു ഉത്സവങ്ങളിൽ പങ്കെടുത്ത് ആസ്വദിക്കുന്നു. സർക്കാരും ഇവയെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് വളരെ നല്ല വാർത്തയാണ്. ഈ പഴയ സ്ട്രെസ്, ഹേറ്റ്, കൺഫ്യൂഷൻ നിറഞ്ഞ കാലത്ത് സനാതനധർമ്മം വെളിച്ചമായി വ്യാപിക്കുന്നു. ഒരു സന്ദേശം, പീസ് ബിഗിൻസ് വിത്ത് ഇൻ. ഇറ്റലിയിൽ മാത്രമല്ല, എവരി കൺട്രിയിലും ഇപ്പോൾ ഹിന്ദുമതം വളരെ വേഗത്തിൽ വളരുന്നു എന്ന് പറയാം. ഓസ്ട്രേലിയ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, യുണൈറ്റഡ് കിങ്ഡം, ഇറ്റലി, ജർമ്മനി, എൻറ്റയർ ആഫ്രിക്കൻ കോണ്ടിനെന്റ്, ഇങ്ങനെ ഒന്നല്ല, പല രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യത്തും വളരെ വേഗത്തിൽ വികസിക്കുന്നു. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടെ മതമാറ്റം എന്ന കൺസെപ്റ്റ് എവിടെയും ഇല്ല. മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ ഹിന്ദുക്കൾ നമ്മുടെ സംസ്കാരം നല്ലപോലെ സോഷ്യലൈസ് ചെയ്യുന്നു. അത് അവർക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഉത്സവങ്ങൾ അവർക്ക് പുതിയതും ഇൻട്രസ്റ്റിംഗുമാണ്. നമ്മൾ ചെയ്യുന്ന ആരാധന അവർക്ക് ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ഹിന്ദുക്കൾ മാറിപ്പോകൂ, വന്നതിനുശേഷം ആരാധിക്കൂ എന്ന് നമ്മൾ പറയുന്നില്ല. പല രാജ്യങ്ങളിലെ സ്റ്റേറ്റുകളും ദിവാളി ദിവസം ഹോളിഡേ പ്രഖ്യാപിക്കുന്നു. ഉദാഹരണം സിംഗപ്പൂർ, മ്യാൻമാർ, മലേഷ്യ, കാലിഫോർണിയ, ഇങ്ങനെ പല രാജ്യങ്ങളുണ്ട്. പക്ഷേ വളരെ ദുഃഖകരം എന്താണെന്നാൽ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ ഹിന്ദുമതം നല്ലപോലെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ അത് എതിർദിശയിലാണ്. ഇപ്പോഴത്തെ യുവത്വം വെസ്റ്റേൺ സംസ്കാരത്തിന് അടിമപ്പെട്ടിരിക്കുന്നു. നമ്മുടെ റൂട്ട്സ്, ട്രഡിഷൻസ് എല്ലാം മറന്നുപോകുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്ന് നമ്മുടെ ഹിന്ദുമതം ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നു. നമ്മൾ റീസെന്റായി കണ്ടു, റഷ്യൻകളോ ഫോറിനേഴ്സോ അമേരിക്കൻകളോ യുണൈറ്റഡ് കിങ്ഡത്തിൽ നിന്നോ പലരും വന്ന് ഇവിടെ ക്ഷേത്രങ്ങളിൽ നമ്മുടെ അടുത്ത് കാണപ്പെടുന്നു. നമ്മൾ പല വീഡിയോകളിലും കാണുന്നു. പക്ഷേ അതിനെ എതിർദിശയിൽ ഇവിടെ ചില യുവാക്കൾ നമ്മുടെ സംസ്കാരത്തെ അവഹേളിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ എവിടെയും മറ്റു മതങ്ങളെ വേദനിപ്പിക്കുന്നില്ല, സംഭവിക്കുന്ന ഫാക്ട് മാത്രം പറയുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും എംബ്രേസ് അവർ കൾച്ചർ. പല ശക്തികളും ഇതിനെ തടയാൻ ശ്രമിക്കുന്നു. ആ വലയിൽ വീഴരുത്. സോ ഫ്രണ്ട്സ്, ഇറ്റലിയിലെ ഈ സൈലന്റ് സ്പിരിച്വൽ റിവല്യൂഷനെക്കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? ഹിന്ദുമതവും സനാതനധർമ്മവും ഒരു ഗ്ലോബൽ മൂവ്മെന്റായി മാറുന്നു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? കമന്റുകളിൽ പറയൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അങ്ങനെ ചെയ്താൽ ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തും. പുതിയവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ഡോക്യുമെന്ററി സ്റ്റോറീസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. മുന്നോട്ട് ഇനിയും പല നല്ല വീഡിയോകൾ വരുന്നുണ്ട്. എല്ലാവരും ജാഗ്രതയോടെ, ആരോഗ്യത്തോടെ ഇരിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.